ഹലോ, എല്ലാവർക്കും സ്വാഗതം റിയാൻഷ് വേൾഡിലേക്ക്. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇടാതെ. വേറെ എന്തുകൊണ്ടല്ല, ഇവിടെ മഴയുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കുറച്ച് കല്യാണവും ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക. എല്ലാവരും പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് തന്നെ. എല്ലാവരും അന്നത്തെ വീഡിയോക്കെല്ലാം കുറേ കമൻ്റെല്ലാം ഇട്ടിന് നല്ല. അപ്പോൾ ഞാനൊരു എല്ലാവർക്കും മഴ പെയ്യുന്നുണ്ട്, സന്തോഷമെല്ലാം ഉണ്ടാവും. അപ്പോൾ അവിടെ കാലാവസ്ഥയിൽ ഇപ്പം എന്താണ് ഒരു പിടി എനിക്കറിയില്ല. എൻ്റെ നാട്ടിലുള്ളത് ഞാൻ പറഞ്ഞു, നിങ്ങളെ നാട്ടിലുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടൂ. ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലെല്ലാം. എന്ത് മഴ പറയുമോ. ഇന്നലെ ഇവിടെ ഇടിയെല്ലാം വന്നിനായിരുന്നു. ഇടി സ്റ്റാൻഡേർഡ് വന്നിനായിരുന്നു. ഇന്നലെ രാത്രി എന്തെങ്കിലും പറയുന്നെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് പേടിയാണ് എന്താ വാഷ്റൂം തന്നെ പോവാൻ. വാഷ്റൂമിലേക്ക് തന്നെ പേടിയാണ്. ഇന്നലെ ടണ്ടർ വന്നപ്പോൾ വലിയ രീതിയിലത്തെ ടണ്ടറാണ് ഇന്നലെ വന്നത്. അപ്പോൾ അവിടെ ടണ്ടർ വന്നിനാ എനിക്കറിയില്ല. അവിടെ ടണ്ടർ വന്നിനെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇവിടെ എല്ലാവരും പുറത്തുണ്ടേ, ഞാൻ മാത്രം എനിക്ക് തണുപ്പാണ് ഭയങ്കര. പുറത്ത് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഉള്ളിലേക്ക് ഇപ്പോൾ വന്നു വീഡിയോ ഇടാനേ. ഞാനിപ്പോൾ ഉള്ളത് ഈ ഫോൺ ആരുതറിയോ, എൻ്റെ ആൻറ്റീൻ്റെതാണ്. ആൻറ്റി ഇപ്പോൾ വീഡിയോ ഇടാനെല്ലാം പറഞ്ഞുകൊണ്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ട് ഞാൻ അവർ പറഞ്ഞുകൊണ്ട് എൻ്റെ ആൻറ്റിയും പറഞ്ഞു ഇടുന്നു. പിന്നെ ഞാൻ ആൻറ്റീനാണ് ഇട്ടിരിക്കുന്നത്. ആൻറ്റീൻ്റെ ഇതിലാണ് ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഈ ബാക്കിൽ കാണുന്ന റെഡ് ഡ്രസ്സില്ലേ, അതിൽ നടുക്കിലുള്ളതാണ് ഞാൻ പണ്ടുണ്ടായത്. പണ്ടല്ല, കുറച്ചായി. എൻ്റെ ഒരു ബർത്ത്ഡേ, 1 വയസ്സിൻ്റെ ബർത്ത്ഡേക്കുള്ള ഫോട്ടോ ആണ് അത്. എനിക്ക് കുറേ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇത് നോക്കുക, ഇതെനിക്ക് കിട്ടിയതാണ്. എനിക്കിത് കിട്ടിയത്. പിന്നെ എനിക്ക് അതെൻ്റെതാണ്. അതിലൊരു ഫോട്ടോ വെച്ചാണ്. അതെനിക്കാണ്. ഞാൻ കുറേ അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു. നിങ്ങൾക്ക് എത്രയെല്ലാം അവാർഡ് കിട്ടിയെന്ന് പറയണം കേട്ടോ. എനിക്ക് കുറേ അവാർഡ് കിട്ടിയിരുന്നു എന്തിനെല്ലാം. അപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് ഞാൻ ഒളിപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് വേറെന്തല്ല. എല്ലാവരും ചോദിക്കുന്ന സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ കുറേ പിള്ളേർ കാണിച്ചു. നിങ്ങൾക്കും കാണിക്കണമെങ്കിൽ ഞാൻ ഉള്ളിൽ പോയി. എൻ്റെ റൂമാണ് ഇത്. ഈ കാണുന്നതാണ് എൻ്റെ റൂം. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ ഞാൻ സർട്ടിഫിക്കറ്റ് ഇതാണ് എൻ്റെ ഒരു ചെസ് ക്ലാസ്സിന് കിട്ടിയതാണ്. ചെസ്സിന് പഠിക്കാൻ പോയി അതിന് കിട്ടിയതാണ്. ഞാൻ ബാഗിൽ മേടിച്ചു. ഇതാണ് എൻ്റെ ബാഗ്. എങ്ങനെയുണ്ട് ബാഗ്? നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾ ബാഗെല്ലാം മേടിച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ബാഗ് എങ്ങനെയുണ്ട് ഗൈസ്? പാങ്ങുണ്ടായിരുന്നോ? ഞാൻ കുറേ തിങ്കെല്ലാം മേടിച്ചു. ഇതെല്ലാം റബ്ബർ എല്ലാം എൻ്റെ നാട്ടിലെ മൗലവി പറഞ്ഞ സ്ഥലത്ത് മൗലവി നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങളെല്ലാം ബുക്ക് വാങ്ങിച്ചിരുന്നു. എനിക്ക് ബുക്കെല്ലാം കിട്ടിയിരുന്നു. എനിക്ക് സ്കൂൾ തുറക്കുന്നത് 9-ാം തീയതിയാണ്, അല്ല 29-ാം തീയതിക്കാണ് എനിക്ക് സ്കൂൾ തുറക്കുന്നത്. എൻ്റെ സ്കൂൾ കർണാടകയിലാണ്. അതിനെക്കൊണ്ട് തലപ്പാടി മംഗലാപുരത്താണ്. ടോള് കഴിഞ്ഞ് അടുത്ത സ്റ്റോപ്പിൽ അവിടെയാണ് ദേവിനഗർ പറഞ്ഞ സ്ഥലത്ത് ശാരദാ വിദ്യാനികേതന പബ്ലിക് സ്കൂൾ ആണ് ഞാൻ പഠിക്കുന്നത്. നിങ്ങൾ എവിടെ പഠിക്കുന്നതിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഞാൻ കുറേ കമൻറ്റ് ബോക്സ് ഇട്ടു. എനിക്ക് എല്ലാവർക്കും എന്താക്കുന്നത് എനിക്കറിയില്ല. അതിനെക്കൊണ്ടാണ് ഞാൻ കമൻറ്റ് ബോക്സിലിടണം പറയുന്നതല്ലേ. നിങ്ങൾ കുറേ ആൾക്കാരുടെ വീഡിയോയിൽ കാണുന്നത്, കുറേ ആൾ ലൈക്ക് ചെയ്തു, കുറേ ആൾ കണ്ടു എൻ്റെ വീഡിയോ. പിന്നെ എൻ്റെ നാട്ടുകാരെന്നെ കാണുന്നു കുറേ.
എല്ലാവരും ഇപ്പം എന്നെ യൂട്യൂബ് ചാനലെല്ലാം കൊണ്ട് എല്ലാവരും ചോദിക്കുന്നത് യൂട്യൂബ് ചാനൽ എന്തിടാ, വീഡിയോ എന്തിടാതെ ഇപ്പം എല്ലാവരും ചോദിക്കുന്നതുകൊണ്ട് ഞാൻ എല്ലാ പ്രഷറും എത്ര പ്രഷറും എൻ്റെ വീട്ടിൽ അവർ വരെ എൻ്റെ അജ്ജി വരെ പറയുന്നത് വീഡിയോ ഇടുക. അപ്പോൾ ഞാനെന്താ ഇപ്പം എല്ലാവരും പറയുന്നല്ലേ, അപ്പോൾ വീഡിയോ ഇടാതെ വിചാരിച്ചു. വീഡിയോ ഇടാൻ കുറേ ദിവസമായില്ലേ, അപ്പോൾ ഒന്ന് വീഡിയോ ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വീഡിയോ ഇട്ടതാണ്. എനിക്ക് കുറേ ഇതെനിക്കൊരു ബൊമ്മ ഉണ്ട് കേട്ടോ. ഇവനാണ് എനിക്ക് പോലീസ്, ഞാൻ പോലീസാണ്, ഇവൻ കള്ളനാണ്. അപ്പം ഞാൻ കളിക്കും അവൻ്റെ ഒക്കെ. അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ പാവക്കുട്ടിയുണ്ടോ എന്ന് പറയുക. എൻ്റെ അടുത്തൊരു പാവക്കുട്ടിയുണ്ട്, നല്ല പാവുണ്ട്. ഇനി ഞാൻ പേര് വിട്ടിനെ പാറു മോളാണ് ഇത്. ഇവിടെന്നും കിടക്കുക ആണ്. അപ്പോൾ നിങ്ങളവിടെ എല്ലാം പാവ ഉണ്ടായിരുന്നല്ലേ, നിങ്ങൾ പേരിട്ടിനോ പാവയ്ക്ക്? എൻ്റെ പാവയ്ക്ക് ഞാൻ പേരിട്ടിനായിരുന്നു. നിങ്ങളെ പാവക്കുട്ടിക്ക് നല്ല പേരാണ് കണ്ടുപിടിച്ചെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ഈ പാവയ്ക്കിട്ട പേര് നല്ലതാണോ എന്ന് പറയുക. ഈ എല്ലാവരും എൻ്റെ പല്ല് ശ്രദ്ധിച്ചോ, എൻ്റെ ഇവിടെ എല്ലാം ഗ്യാപ്പുണ്ട്, അതെനിക്കൊരു മനസ്സിലായിട്ട്. നിങ്ങൾക്കറിയാമെന്ന് പറയുക. അപ്പോൾ ഇവിടെ ഇന്നലെ ഇവിടെ കുറേ നായുണ്ട് കേട്ടോ. നായ് ശല്യമുണ്ട്, ഭയങ്കരമാണ്. എനിക്ക് പേടിച്ച് തെരുവ് നായികളാണ്. എനിക്ക് പേടിച്ച് എൻ്റെ ചെരുപ്പ് പണ്ടൊരിക്കൽ എൻ്റെ ചെരുപ്പ് കാണാതെ അത് നായ അടിച്ചുകൊണ്ട് പോയത്. അത് എൻ്റെ ഇപ്പുറത്ത് വീട്ടിലില്ലേ, അവിടുന്ന് എടുത്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. അവിടുന്ന് എടുത്തു. എന്നിട്ട് ഒരിക്കൽ കാണാതെ അത് കണ്ടിട്ടും പോലെയാണ്. അന്ന് തൊട്ടില്ലതാണ് ഞാൻ ഇങ്ങനത്തെ ഇവൻ്റെ വീട്ടിലെ വലിയ സാധനത്തിൻ്റെ മീത്തെല്ലാം ഞാൻ വെക്കുന്നതാണ്. എൻ്റെ മുടി എല്ലാവരും ഇങ്ങനെ തൊട്ട് നോക്കുന്നില്ല. എൻ്റെ മുടി ഒരു സോഫ്റ്റ് ഉണ്ട്. മുടി എന്നെ പോലെയാണെങ്കിൽ എല്ലാവരും പറയും അച്ഛനെ പോലെയാണ്, നീ അച്ഛനെ പോലെയാണ്. നിങ്ങൾ അച്ഛനെ പോലെയുള്ളത് അമ്മേനെ പോലെയാണ്. ഞാൻ അച്ഛനെ പോലെയാണ്, അപ്പോൾ അമ്മ പറയും അമ്മേനെ പോലെയാണ്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്, ആരെ പോലെയാണ് ഞാനില്ല. എല്ലാവരും പറയുന്നത് അച്ഛനെ പോലെയാണ്. അപ്പം ആരും അമ്മേനെ പോലെയല്ല പറയുന്നില്ല. അതെനിക്ക് ഒരു ഇടിയും കിട്ടിയിട്ട. എൻ്റെ മുടി എൻ്റെ അച്ഛൻ്റെ മുടി പണ്ട് ഇങ്ങനെയായിരുന്നുള്ളൂ. ഞാൻ ജനിച്ചത് 2018. അതിനെക്കാട്ടും മുമ്പ് എൻ്റെ അച്ഛൻ്റെ മുടി ഇങ്ങനെയായിരുന്നുള്ളൂ. അപ്പം ആദ്യം ഞാൻ ജനിച്ചപ്പോൾ ഭയങ്കര മുടിയുണ്ടായിരുന്നു. അപ്പം ഭയങ്കര മുടി വലിയ എത്രക്കെല്ലാം ഉണ്ടായി മുടി അറിയാം. അപ്പോൾ ഞാൻ എന്താക്കി, എൻ്റെ അജ്ജി പറഞ്ഞു മുറിക്കണം. എന്നിട്ട് മുറിച്ചപ്പോൾ ഇങ്ങനായി. നിങ്ങളുടെ മുടി ഇങ്ങനെ അറിയുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ, സീ യു.